തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ഭാജിക്കറി കണ്ടാലോ. അപ്പോൾ ഇത് ദോശയ്ക്കോ വെള്ളയപ്പത്തിനോ എന്തിനാ വേണ്ടത് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ കുറച്ച് കടുക്, ജീരകം, ഉഴുന്ന് പരിപ്പ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീനിച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് പൊട്ടിയപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്തു. അതൊന്നും മൂത്ത് വന്നപ്പോൾ നമ്മൾ സവാള അരിഞ്ഞതിട്ട് കൊടുത്തു. അത് ഇട്ടപ്പോൾ തന്നെ ജീരകം ഇടാൻ മറന്നു പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോഴാണ് ചേർത്തത്. നിങ്ങൾ കടുക് പൊട്ടിയ ഉടനെ ജീരകം ചേർക്കണേ. അപ്പോൾ ഉള്ളിയിട്ട് അതിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത ശേഷം അതൊന്ന് വേഗം വാടി കിട്ടാനായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്തെടുക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കളറിനായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കണം, ആവശ്യത്തിനുള്ള രുചിച്ച് നോക്കിയിട്ട് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളതിലേക്ക് പാലാണ് കേട്ടോ, നമ്മുടെ സാധാ പശുവിൻ പാലോ അല്ലെങ്കിൽ മിൽമയുടെ പാലോ ഏതായാലും നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന പാൽ. തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാനുള്ള വഴിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ പാലൂടെ ചേർത്ത് ഒന്ന് കുറുകി വന്നാൽ മല്ലിയില ചേർത്ത് നമ്മുടെ കറി റെഡിയായി. ഇന്നെനിക്ക് വെള്ളയപ്പവും ഈ ഒരു ബാജി കറിയുമാണ് കേട്ടോ. അതുപോലെ ശർക്കര ഇട്ട ഒരു കാപ്പി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്